ഊമക്കത്ത് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ പേരുകൾ ആർക്കൊക്കെയാണോ കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വിവരങ്ങൾ വരികയാണ്. ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കമാൽ പാഷ, അങ്ങേക്കും ഇത്തരത്തിലൊരു ഊമക്കത്ത് കിട്ടിയിരുന്നു. അത് എന്താണ് അതിൽ അന്ന് പറഞ്ഞിരുന്നത്? എനിക്ക് കിട്ടിയത് ആദ്യം ഞങ്ങൾ 5-ാം തീയതി വീട്ടിലില്ലായിരുന്നു, 5th, അതായത് ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു രാത്രി എത്തിയപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഇന്റിമേഷൻ ഇരുന്ന്, പോസ്റ്റൽ ഇന്റിമേഷൻ. അപ്പൊ ഞാൻ അന്നേരം എന്താണെന്ന് അറിയാൻ വേണ്ടി അത് രാംകുമാർ അയച്ചേക്കുന്ന ഒരു ലെറ്റർ എൻവലപ്പാണ് എന്നതിൽ കണ്ടു. അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇത് സാറേ ഇതൊരു ഊമക്കത്ത, അത് ഞാനല്ല അയച്ചേക്കുന്നത്, ആരോ ഇത് എഴുതി അയക്കുക, എന്റെ പേരും വെച്ച് ഇങ്ങനെ ഒരുപാട് പേരെടുത്ത് എഴുതി അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കത്തിനകത്ത് അദ്ദേഹത്തിന്റെ പേരില്ല, കവറിന്റെ പുറത്ത് ഫ്രം അഡ്രസ് അദ്ദേഹത്തിന്റെ ആണ്. അപ്പൊ ഞാൻ അപ്പൊ ഒരുപാട് ജഡ്ജിമാർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നതാ കാര്യമൊന്നും പറഞ്ഞു, അതായത് ജില്ലാ ജഡ്ജിയെ കുറിച്ചാണ് എന്നും പറഞ്ഞു. ശരി, ഞാൻ പിറ്റേന്ന് രാവിലെ ഈ കത്ത് കിട്ടിയപ്പോ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് എഴുതിയേക്കുന്നത് ആദ്യത്തെ 6 പ്രതികളെ ശിക്ഷിക്കും, ബാക്കി മറ്റ് 3 പ്രതികളുടെ കാര്യം എഴുതിയിട്ട് ഇന്നാര് അതായത് ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ വെറുതെ വിടും എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. അപ്പോൾ വേറെ ഒരു 2-3 ഹൈക്കോടതി ജഡ്ജിമാര് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, അതായത് ഹണിക്ക് കൊടുക്കുന്നുണ്ട് എന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും ഒക്കെയാണ് അതിൽ കാണിച്ചിരുന്നത്. അപ്പൊ ഞാനത് ഒരു പൗരൻ എന്നാണ് അതിന്റെ അവസാനം എഴുതിയിരുന്നത്. ഇതേ കത്താണ് ഇക്കാര്യത്തിൽ ഈ അങ്ങേക്ക് കിട്ടിയ ആ ഡേറ്റും ആ ഡേറ്റിലെ ആ കണ്ടന്റുകളും കത്തിലെ വിവരങ്ങളും പിന്നീട് വിധി വരുമ്പോൾ നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ ദുരൂഹത കൂടുതൽ വർദ്ധിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ചോർന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുമല്ലേ? അല്ല, അതിലെ വിവരങ്ങൾ ഒന്നാണ് ഉള്ള കാര്യം പറയാമല്ലോ. കാരണം ഈ പറഞ്ഞേക്കുന്ന ഇന്ന പ്രതികളെ വെറുതെ വിടുമെന്ന് പറഞ്ഞവരെ വെറുതെ വിട്ടു, ബാക്കി ശിക്ഷിക്കുമെന്ന് പറഞ്ഞവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞേ, ഇത് ആരെങ്കിലും ഒരു നല്ല ഒരു വക്കീലിലാണെങ്കിൽ ഇതിലെ ഊഹാപോഹങ്ങൾ തെളിവ് വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ രാംകുമാർ അല്ല, അദ്ദേഹം അങ്ങനെ ചെയ്യാറില്ല. വേറെ ആരോ ഇതുപോലെ എഴുതിയേക്കുന്നതാണ്. പിന്നെ ചോർന്നു പോയെന്ന് പറഞ്ഞ് ചോർന്നു പോയാലേ ഈ എങ്ങനെ ചോരാനാണ്? ഒന്ന് ഈ ജഡ്ജി ആരുടെങ്കിലും പറയണം. സാധാരണഗതിയിൽ ഒരിക്കലും അങ്ങനെ പറയുകയില്ല. അവരെഴുതുന്ന ജഡ്ജ്മെന്റ് ഒരു കാരണവശാലും പുറത്ത് പറയത്തില്ല. അപ്പൊ അത് എങ്ങനെ ചോർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനും പറ്റുന്നില്ല. പക്ഷെ അത് ഊഹാപോഹം വെച്ചുകൊണ്ട് ഊഹിച്ചങ്ങ് എഴുതിയേക്കാണോ? ശ്രീ കമാൽ പാഷ, നമുക്ക് ഈ ആരെയും സംശയത്തിന്റെ ഇതിലേക്ക് കൊണ്ടുപോകാനും കഴിയില്ല. സംശയിക്കാനാണെങ്കിൽ ഒരുപാട് പേര് സംശയിക്കാം. പക്ഷെ ഇതിൽ കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി വരുത്തണം. അപ്പോൾ ആ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുകയും വേണമല്ലേ, ഗൗരവത്തോടെ അന്വേഷണം വേണം. കാരണം എന്താണെന്ന് അറിയോ, ഈ ജഡ്ജ്മെന്റ് ഇത്ര കറക്റ്റായിട്ട് ഇത് വരത്തക്കൊണ്ട ഇത് എന്തായാലും ശരി, നമുക്ക് ഇങ്ങനെ ഒരു ഊഹിച്ചെഴുതിയാണോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. എന്തായാലും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാരണം അത് എനിക്ക് അതിന്റെ 2 ദിവസം മുമ്പ് ഇപ്പൊ എനിക്ക് 6-ാം തീയതി എന്റെ കയ്യിൽ ഇത് കിട്ടി, കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 8-ാം തീയതിയാണ് ജഡ്ജ്മെന്റ് വരുന്നത്. അപ്പൊ ഞാനിത് വായിച്ചു നോക്കിയിട്ട് ഞാൻ പക്ഷെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ ഐ വാസ് ടേക്കൺ ബാക്ക്. ഞാൻ തന്നെ ഞെട്ടി. കാരണം എനിക്ക് ഈ അയച്ചേക്കുന്ന ഇൻഫർമേഷൻ വളരെ കറക്റ്റാണ്. അത് എങ്ങനെ എഴുതിയെന്നുള്ളത് എനിക്കും അറിയാൻ വയ്യ. ഇത് ആരെഴുതി അയക്കും എന്നുള്ളതിനെ കുറിച്ചും പറയാൻ പറ്റുന്നില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ കമാൽ പാഷ. ഈ ഊമക്കത്ത് കിട്ടിയവരിൽ ഒരാളാണ് ജസ്റ്റിസ് കമാൽ പാഷയും. അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ ദുരൂഹത അന്വേഷിക്കണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷയും ആവശ്യപ്പെടുന്നത്.